ഇനി ഞങ്ങൾ കുൽദുഷി എത്തിയേ. ഇനി ഇവിടുന്ന് രാത്രി 9:35 നമുക്ക് മാലയിലോട്ടുള്ള ഫ്ലൈറ്റ് വരുന്നത്. ലഗേജ് ഡ്രോപ്പ് ചെയ്യേണ്ട സമയമായപ്പോൾ ഏറ്റവും പിറകിലെ ക്യൂവിൽ പോയിട്ട് ഞങ്ങൾ നിന്നു കേട്ടോ. ഞങ്ങളാണ് ആദ്യം എത്തിയത്, പക്ഷേ ലഗേജ് ഡ്രോപ്പ് ചെയ്യാൻ ഞങ്ങൾ മുമ്പിൽ കയറി നിന്നില്ല, ബാക്കിൽ നിന്നു. നേരത്തെ ലഗേജ് ഡ്രോപ്പ് ചെയ്തിട്ട് വല്ല കാര്യമൊന്നുമില്ലല്ലോ. പിന്നെയും കുറേ സമയം എടുത്തു കേട്ടോ ഫ്ലൈറ്റ് വരാൻ വേണ്ടിയിട്ട്, കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്, മാലദ്വീപിൻ്റെ ഫ്ലൈറ്റാണ് കേട്ടോ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് മാല എയർപോർട്ടിലോട്ട്. നൈറ്റാണ് കേട്ടോ. സാധാരണ 9:35 പറഞ്ഞ ഫ്ലൈറ്റ് വരുമ്പോൾ കുറച്ചധികം വൈകിപ്പോയി. അങ്ങനെ ഞാനും ഉണ്ണിയും കൂടി ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. രാത്രി ആയതുകൊണ്ട് കാഴ്ചകൾ അത്ര സുഖകരമൊന്നും ആയിരുന്നില്ല കേട്ടോ. ശരിക്കും പകൽ ഇവിടെ നിന്ന് മാലയിലോട്ടുള്ള യാത്ര ശരിക്കും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അങ്ങനെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി റെഡി ആവുകയാണ്. ഉണ്ണിയാണ് കേട്ടോ ഇപ്രാവശ്യം വിൻഡോ സീറ്റിലിരുന്നത്. അവൾ വന്ന ശേഷം എനിക്ക് വിൻഡോ സീറ്റ് ഇപ്പോൾ കിട്ടാറേ ഇല്ല. രാത്രി ആയതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും അത്ര സുഖകരമായിരുന്നില്ല കേട്ടോ. ടേക്ക് ഓഫിൻ്റെ കാഴ്ചകളാണ്, നല്ല ക്ലിയർ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ കുൽദുഷിയോട് വിട പറഞ്ഞ് മാലയിലോട്ട് പോവുകയാണ് കേട്ടോ. ഇനി ഏകദേശം 1 മണിക്കൂർ ദൂരമുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ മാലയിൽ ലാൻഡ് ചെയ്യും. അങ്ങനെ അവർ നമുക്ക് ഫുഡ് സെർവ് ചെയ്തു കേട്ടോ. ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു സ്നാക്സും, ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഒരു പാക്കറ്റും, പിന്നെ ഒരു ചോക്ലേറ്റും ആയിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അവർ ഡയറി മിൽക്കാണ് തന്നുകൊണ്ടിരുന്നത്, പുതിയതായിട്ട് മാറിയാന്ന് തോന്നുന്നു കേട്ടോ. കിറ്റ്കാറ്റാണ് കേട്ടോ. പിന്നെ ജ്യൂസായിട്ട് ക്രെയിൻബെറിയും പിന്നെ ഗ്രേപ്സാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഗ്രേപ്സാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല. അല്ലെങ്കിൽ ലാക്നാറിൻ്റെ ജ്യൂസിൽ എനിക്ക് ഇഷ്ടം മാംഗോ ആണ് കേട്ടോ. മാംഗോ ഫ്ലേവറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു പാക്കറ്റ് നല്ല ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ മാലയിൽ ലാൻഡ് ചെയ്തു. ഇതേ നോക്കിയേ, നല്ല ഇരുട്ടാണ്, പക്ഷേ ഇവിടെ ഭയങ്കര സജീവമാണ് കേട്ടോ. നൈറ്റിലാണെന്ന് തോന്നേയില്ല. ആർക്കും ഉറക്കവും ഇല്ല, ഊണുമില്ല. ഇനി നമുക്ക് രാവിലെയാണ് നാട്ടിലോട്ടുള്ള ഫ്ലൈറ്റ്. അത് ശ്രീലങ്ക വഴിയാണ്, കണക്ഷൻ ഫ്ലൈറ്റാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് റെസ്റ്റ് എടുക്കാം. ആൻഡ് ദ നെക്സ്റ്റ് വീഡിയോ ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.